സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ തിയറി ഓഫ് ഇക്വേഷൻസ് ചർച്ച ചെയ്യുന്നു. ക്വാഡ്രാറ്റിക് ഫോർമുലയെ കുറിച്ചുള്ള അറിവ് പൈതഗോറിയൻ തിയറത്തിനേക്കാൾ പഴയതാണ്. അതേസമയം ഒരു ക്യൂബിക് ഇക്വേഷൻ ആദ്യം സോൾവ് ചെയ്തത് ഇറ്റലിയിലെ നവോത്ഥാന ഗണിതശാസ്ത്രജ്ഞർ ആണ്. ഈ സെഷനിൽ ax³ + bx² + cx + d = 0 എന്ന ക്യൂബിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടെത്തുന്നതിനുള്ള ചില മെത്തേഡ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൂടെ മറ്റ് രണ്ട് റൂട്ട്സ് റിയൽ ഓർ കോംപ്ലക്സ് പോളിനോമിയൽ ഡിവിഷനും ക്വാഡ്രാറ്റിക് ഫോർമുലയും ഉപയോഗിച്ച് കണ്ടെത്താനാകും. സൊല്യൂഷൻ രണ്ട് ഘട്ടങ്ങളായി മുന്നോട്ട് പോകുന്നു. ആദ്യം ക്യൂബിക് ഇക്വേഷനെ ഡിപ്രസ്ഡ് ക്യൂബിക് ഇക്വേഷൻ ആക്കി മാറ്റുന്നു. പിന്നീട് ഡിപ്രസ്ഡ് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനെ കുറിച്ചും ചർച്ച ചെയ്യും. ഡിപ്രസിംഗ് ദി ക്യൂബിക് ഇക്വേഷൻ. ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ നിക്കോളോ ഫോണ്ടാനോ ടാർട്ടാഗ്ലിയ ആണ് ജനറൽ ക്യൂബിക് ഇക്വേഷനിൽ നിന്നും x² ടേം ഒഴിവായ പുതിയ ക്യൂബിക് ഇക്വേഷൻ ആക്കി മാറ്റുന്ന വിദ്യ കണ്ടുപിടിച്ചത്. നമ്മൾ ക്യൂബിക് ഇക്വേഷൻ 1-ൽ x = y - b/3a എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ a ടൈംസ് y - b/3a all cube plus b ടൈംസ് y - b/3a all square plus c ടൈംസ് y - b/3a plus d = 0 എന്ന് കിട്ടുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ay³ plus c - b²/3a times y plus d plus 2b³/27a² minus bc/3a = 0 എന്ന x² ടേം ഒഴിവായ ക്യൂബിക് ഇക്വേഷൻ ലഭിക്കുന്നു. സോൾവിംഗ് ദ ഡിപ്രസ്ഡ് ക്യൂബിക്. y³ plus ay = b എന്ന ഫോമിലുള്ള ഒരു ഡിപ്രസ്ഡ് ക്യൂബിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നത് ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ഫെറോ മുൻപേ കണ്ടെത്തിയിരുന്നു. അതിന്റെ പ്രൊസീജിയർ താഴെ പറയുന്ന പ്രകാരമാണ്. 3st = a and s³ - t³ = b എന്നീ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന s t ഇവ കണ്ടെത്തുന്നു. അപ്പോൾ y = s - t എന്നത് ഡിപ്രസ്ഡ് ക്യൂബിക്കിന്റെ ഒരു സൊല്യൂഷൻ ആകും. ഇത് ഇനി പറയുന്ന രീതിയിൽ വെരിഫൈ ചെയ്യാൻ കഴിയും. a, b, y എന്നിവയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 gives s - t all cube plus 3st times s - t = s³ - t³. s³ - t³ ലഭിക്കുന്നതിന് ബൈനോമിയൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുമെന്നതിനാൽ ഇത് ശരിയാണ്. ഇനി ഇക്വേഷൻ 3-ഉം 4-ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന s and t കണ്ടെത്തുന്നതിന് നമ്മൾ ഇനി പറയുന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്യുന്നു. ഇക്വേഷൻ 3-ൽ നിന്നും s = a/3t എന്ന് കിട്ടുന്നു. ഇത് ഇക്വേഷൻ 4-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a/3t all cube minus t³ = b എന്ന് ലഭിക്കുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ t⁻6 plus bt³ minus a³/27 = 0 എന്ന ട്രൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇതിൽ u = t³ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ u² plus bu minus a³/27 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലഭിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് uന്റെ വാല്യൂ കണ്ടെത്താം. പിന്നീട് tയും അതിനുശേഷം sന്റെ വാല്യൂവും കണ്ടെത്താം. അങ്ങനെ റൂട്ട് ആയ s - t ലഭിക്കുന്നു. എക്സാമ്പിൾ 1. മുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് 2x³ - 30x² plus 162x - 350 = 0 എന്ന ക്യൂബിക് ഇക്വേഷന്റെ ഒരു റൂട്ട് കണ്ടെത്തുക. സൊല്യൂഷൻ. ഇക്വേഷൻ 1-മായി കമ്പയർ ചെയ്യുമ്പോൾ a = 2, b = -30, c = 162 ആൻഡ് d = -350 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് x = y - b/3a = y plus 5 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y³ plus 6y - 20 = 0 എന്ന ഡിപ്രസ്ഡ് ക്യൂബിക് ഇക്വേഷൻ ലഭിക്കുന്നു. ഇനി ഡിപ്രസ്ഡ് ഇക്വേഷനായ y³ plus 6y = 20ന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നമ്മൾ താഴെ പറയുന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്യുന്നു. 3st = 6, s³ - t³ = 20 എന്നീ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എസും ടിയും ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ 5-ൽ നിന്നും s സോൾവ് ചെയ്യുന്നു. റിസൾട്ട് ഇക്വേഷൻ 6-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8/t³ - t³ = 20 എന്ന് കിട്ടുന്നു. അതിനെ t³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ t⁻6 plus 20t³ - 8 = 0 എന്ന് ലഭിക്കുന്നു. ഇനി u = t³ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മുകളിലത്തെ ഇക്വേഷൻ u² plus 20u - 8 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറുന്നു. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പോൾ u = -10 ± √108 എന്ന് കിട്ടുന്നു. പോസിറ്റീവ് വാല്യൂ ഓഫ് u ന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് t = ക്യൂബ് റൂട്ട് ഓഫ് -10 plus √108 എന്ന് ലഭിക്കുന്നു. ഇക്വേഷൻ 6 പ്രകാരം s³ = 20 plus t³ = 20 plus -10 plus √108 which is equal to 10 plus √108 എന്നും അതിൽ നിന്ന് s =
ക്യൂബ് റൂട്ട് ഓഫ് 10 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 108 എന്നും കിട്ടുന്നു. അതുകൊണ്ട് ഡിപ്രസ്ഡ് ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻ y എന്നത് y is equal to s minus t is equal to cube root of 10 plus square root of 108 minus cube root of negative 10 plus square root of 108 ആയതിനാൽ ഒറിജിനൽ ക്യൂബിക് ഇക്വേഷൻ 2x cube minus 30x square plus 162x minus 350 is equal to 0 in this solution. X is equal to y plus 5 is equal to cube root of 10 plus square root of 108 minus cube root of negative 10 plus square root of 108 plus 5 എന്ന് ലഭിക്കുന്നു. Example 2. Cubic equation x cube minus 2x minus 5 is equal to 0 ന്റെ റിയൽ റൂട്ട് കണ്ടുപിടിക്കുക. സൊല്യൂഷൻ x സ്ക്വയർ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡിപ്രസ്ഡ് ഫോമിൽ ആണുള്ളത്. ഇവിടെ x cube minus 2x is equal to 5 ആയതുകൊണ്ട് 3st is equal to negative 2 and s cube minus t cube is equal to 5 എന്ന് കിട്ടുന്നു. ഇനി s cube minus t cube is equal to 5ൽ s is equal to negative 2 by 3t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ negative 2 by 3t all cube minus t cube is equal to 5 or negative 8 by 27 t cube minus t cube is equal to 5 or t raised to 6 plus 5 t cube plus 8 by 27 is equal to 0 എന്ന് ലഭിക്കുന്നു. ഇനി u is equal to t cube എന്ന് എടുക്കുക. അപ്പോൾ മുകളിലുള്ളത് u സ്ക്വയർ പ്ലസ് 5u പ്ലസ് 8 by 27 is equal to 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി മാറുന്നു. ഇവിടെ u is equal to negative 5 plus or minus square root of 25 minus 4 times 8 by 27 all divided by 2 which is equal to negative 5 plus or minus 4.88 by 2 which is equal to negative 4.94 or negative 0.06. ലാർജസ്റ്റ് അബ്സല്യൂട്ട് വാല്യൂ വരുന്നതിന്റെ ക്യൂബ് റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ t is equal to u to the power 1 by 3 is equal to negative 1.7031 എന്ന് ലഭിക്കുന്നു. ഈ വാല്യൂ s is equal to negative 2 by 3t യിൽ കൊടുക്കുമ്പോൾ s is equal to 0.3914. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഒരു റൂട്ട് s minus t is equal to 2.0945 എന്ന് ലഭിക്കുന്നു. കർഡാൻ സൊല്യൂഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് ക്യൂബിക്. ഇറ്റാലിയൻ നവോത്ഥാന ഗണിതശാസ്ത്രജ്ഞനായ കർഡാനോ തന്റെ ആൾജിബ്ര ബുക്കായ ആർസ് മാഗ്നയിൽ ഒരു ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻ പ്രസിദ്ധീകരിച്ചു. സാധാരണയായി നമ്മൾ ക്യൂബിക് ഇക്വേഷൻ a0 x ക്യൂബ് പ്ലസ് a1 x സ്ക്വയർ പ്ലസ് a2 x പ്ലസ് a3 is equal to 0 ആയി എടുക്കുന്നു. എന്നാൽ ജനറൽ ക്യൂബിക്കിനെ ax ക്യൂബ് പ്ലസ് 3bx സ്ക്വയർ പ്ലസ് 3cx പ്ലസ് d is equal to 0 ആയി എടുക്കുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് കണ്ടെത്തി. ഈ മെത്തേഡിൽ എഴുതുന്നതിനെ ദ ക്യൂബിക് വിത്ത് ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നു. ഇക്വേഷൻ 7ൽ y is equal to ax plus b or x is equal to y minus b by a എന്ന് കൊടുക്കുകയും a സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്താൽ നമുക്ക് y minus b all cube plus 3b times y minus b all square plus 3ac times y minus b plus a square d is equal to 0 എന്ന് ലഭിക്കുന്നു. That is y cube plus 3 times ac minus b square y plus a square d minus 3abc plus 2b cube is equal to 0. That is y cube plus 3hy plus g is equal to 0 where h is equal to ac minus b square and g is equal to a square d minus 3abc plus 2b cube. y square term ഇല്ലാത്ത ഇക്വേഷൻ 8 ആണ് ക്യൂബിക്കിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി കർഡാൻസ് മെത്തേഡ് ഉപയോഗിച്ച് ഇക്വേഷൻ 8 സോൾവ് ചെയ്യാൻ അതിന്റെ റൂട്ട്സ് p to the power 1 by 3 plus q to the power 1 by 3 ഫോമിൽ ആണെന്ന് കരുതുക. ഇവിടെ പിയും ക്യൂയും കണ്ടുപിടിക്കേണ്ടതാണ്. y is equal to p raised to 1 by 3 plus q raised to 1 by 3 എന്ന് കൊടുക്കുമ്പോൾ y cube is equal to p plus q plus 3 p raised to 1 by 3 q raised to 1 by 3 times p raised to 1 by 3 plus q raised to 1 by 3 which is equal to p plus q plus 3 p raised to 1 by 3 q raised to 1 by 3 times y എന്ന് ലഭിക്കുന്നു. ആയതിനാൽ y cube minus 3 p to the power 1 by 3 times q to the power 1 by 3 y minus p plus q is equal to 0. ഇക്വേഷൻ 8, 9 എന്നിവയിലെ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ p plus q is equal to negative g and p to the power 1 by 3 times q to the power 1 by 3 is equal to negative h എന്ന് കിട്ടുന്നു. അതായത് p plus q is equal to negative g and pq is equal to negative h cube. ഇനി p minus q is equal to p plus q whole square minus 4pq all raised to 1 by 2 ആയതുകൊണ്ട് p minus q is equal to square root of g square plus 4h cube എന്ന് ലഭിക്കുന്നു. ഇനി p q എന്നിവ സോൾവ് ചെയ്യുമ്പോൾ p is equal to negative g plus square root of g square plus 4h cube by 2 q is equal to negative g minus square root of g square plus 4h cube by 2 എന്ന് കിട്ടുന്നു.
അതുകൊണ്ട് സൊല്യൂഷൻ y is equal to p to the power 1 by 3 plus q to the power 1 by 3 എന്ന് ലഭിക്കുന്നു. റിമാർക്ക്: p to the power 1 by 3ക്ക് m omega സ്ക്വയർ എന്നീ വാല്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ m എന്നത് ക്യൂബിക് റൂട്ട് ഓഫ് പിയും ഒമേഗ എന്നത് വൺ ഓഫ് ദി ഇമാജിനറി ക്യൂബ് റൂട്ട്സ് ഓഫ് ദി യൂണിറ്റിയും ആണ്. എന്നാൽ p to the power 1 by 3 ടൈംസ് q to the power 1 by 3 is equal to നെഗറ്റീവ് h എന്ന റിലേഷൻ ഉള്ളതിനാൽ നമുക്ക് q to the power 1 by 3യുടെ 3 വാല്യൂസ് ഇൻഡിപെൻഡന്റ് ആയി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് n ഒമേഗ സ്ക്വയർ എന്നത് q to the power 1 by 3യുടെ 3 വാല്യൂസ് ആണെങ്കിൽ ഇവിടെ n എന്നത് ക്യൂബ് റൂട്ട് ഓഫ് qയും ഒമേഗ എന്നത് വൺ ഓഫ് ദി ഇമാജിനറി ക്യൂബ് റൂട്ട്സ് ഓഫ് ദി യൂണിറ്റിയും ആണ്. p q ഇവയുടെ ക്യൂബ് റൂട്ട് പെയേഴ്സ്, അവയുടെ ഓരോ പെയറിന്റെയും പ്രൊഡക്റ്റ് റേഷണൽ ആവുന്ന വിധത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനാൽ ഇക്വേഷൻ 8ന്റെ അനുവദനീയമായ റൂട്ട്സ് m പ്ലസ് n, m ഒമേഗ പ്ലസ് n ഒമേഗ സ്ക്വയർ, m ഒമേഗ സ്ക്വയർ പ്ലസ് n ഒമേഗ എന്നിവയാണ്. എക്സാമ്പിൾ 3. കർഡാൻസ് മെത്തേഡ് ഉപയോഗിച്ച് x ക്യൂബ് മൈനസ് 9x പ്ലസ് 28 ഈസ് ഈക്വൽ ടു 0 എന്ന ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. സൊല്യൂഷൻ: x ഈസ് ഈക്വൽ ടു p to the power 1 by 3 പ്ലസ് q to the power 1 by 3 ഒരു സൊല്യൂഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു p പ്ലസ് q പ്ലസ് 3 ടൈംസ് p to the power 1 by 3 ടൈംസ് q to the power 1 by 3 ടൈംസ് p to the power 1 by 3 പ്ലസ് q to the power 1 by 3 ആയതുകൊണ്ട് x സ്ക്വയർ മൈനസ് 3 ടൈംസ് p to the power 1 by 3 ടൈംസ് q to the power 1 by 3 x മൈനസ് p പ്ലസ് q ഈസ് ഈക്വൽ ടു 0. ഇതിനെ തന്നിരിക്കുന്ന ക്യൂബിക് ഇക്വേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ p പ്ലസ് q ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 28 ആൻഡ് p to the power 1 by 3 ടൈംസ് q to the power 1 by 3 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. ആയതിനാൽ pq ഈസ് ഈക്വൽ ടു 27. ഇനി p മൈനസ് q ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു p പ്ലസ് q ഹോൾ സ്ക്വയർ മൈനസ് 4pq വിച്ച് ഈസ് ഈക്വൽ ടു 784 മൈനസ് 108 വിച്ച് ഈസ് ഈക്വൽ ടു 676 ആയതുകൊണ്ട് p minus q is equal to 26. Equations 10 and 11ൽ നിന്നും p is equal to negative 1 and q is equal to negative 27 എന്ന് ലഭിക്കുന്നു. ആയതിനാൽ p to the power 1 by 3 is equal to negative 1, negative omega square and q to the power 1 by 3 is equal to negative 3 omega, negative 3 omega square. ഇവിടെ ഒമേഗ എന്നത് വൺ ഓഫ് ദി ഇമാജിനറി ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ക്യൂബിക്കിന്റെ റൂട്ട്സ് negative 1 minus 3, നെഗറ്റീവ് ഒമേഗ മൈനസ് നെഗറ്റീവ് 3 ഒമേഗ സ്ക്വയർ, നെഗറ്റീവ് ഒമേഗ സ്ക്വയർ മൈനസ് 3 ഒമേഗ, അതായത് നെഗറ്റീവ് 4, നെഗറ്റീവ് ഒമേഗ മൈനസ് 3 ഒമേഗ സ്ക്വയർ, നെഗറ്റീവ് ഒമേഗ സ്ക്വയർ മൈനസ് 3 ഒമേഗ എന്നിവയാണ്. ലേറ്റർ നെഗറ്റീവ് 4 തന്നിരിക്കുന്ന ക്യൂബിക്കിന്റെ റൂട്ട് ആയതിനാൽ തന്നിരിക്കുന്ന ക്യൂബിക് ഇക്വേഷന്റെ ഒരു ഫാക്ടർ ആണ് x പ്ലസ് 4. x പ്ലസ് 4 എന്ന ഫാക്ടർ റിമൂവ് ചെയ്യുമ്പോൾ ക്യൂബിക് ഇക്വേഷൻ x സ്ക്വയർ മൈനസ് 4x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറുന്നു. ആയതിനാൽ x is equal to 4 plus or minus square root of negative 12 by 2 which is equal to 2 plus or minus I times square root of 3. അതുകൊണ്ട് തന്നിരിക്കുന്ന ക്യൂബിക്കിന്റെ റൂട്ട്സ് നെഗറ്റീവ് 4, 2 plus I root 3, 2 minus I root 3 എന്ന് ലഭിക്കുന്നു. എക്സാമ്പിൾ 4. സോൾവ് x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 3x മൈനസ് 2 is equal to 0. സൊല്യൂഷൻ: സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നതിന് x മൈനസ് 2 is equal to y, അതായത് x is equal to y plus 2 എന്ന് കൊടുക്കുക. അപ്പോൾ y plus 2 whole cube minus 6 times y plus 2 whole square plus 3 times y plus 2 minus 2 is equal to 0 എന്ന് കിട്ടുന്നു. അതായത് y ക്യൂബ് മൈനസ് 9y മൈനസ് 12 is equal to 0 ആണ് ക്യൂബിക്കിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി y is equal to p to the power 1 by 3 plus q to the power 1 by 3 എന്നെടുത്ത് അതിന്റെ ക്യൂബ് കണ്ടെത്തി റീഅറേഞ്ച്മെന്റ് നടത്തിയാൽ y ക്യൂബ് മൈനസ് 3 times p to the power 1 by 3 times q to the power 1 by 3 times y minus p plus q is equal to 0 എന്ന് ലഭിക്കുന്നു. ഇതിനെ ക്യൂബിക്കിന്റെ സ്റ്റാൻഡേർഡ് ഫോം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ p plus q is equal to 12 and p to the power 1 by 3 times q to the power 1 by 3 is equal to 3 എന്ന് കിട്ടുന്നു. ആയതിനാൽ pq is equal to 27 and p minus q is equal to square root of p plus q whole square minus 4pq which is equal to 6. Equations 12 and 30ൽ നിന്നും p is equal to 9 and q is equal to 3. അതുകൊണ്ട് y is equal to 3 to the power 1 by 3 plus 9 to the power 1 by 3 or 3 to the power 1 by 3 omega plus 9 to the power 1 by 3 omega square or 3 to the power 1 by 3 omega square plus 9 to the power 1 by 3 omega. ആയതിനാൽ തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ റൂട്ട്സ് 2 plus 3 raised to 1 by 3 plus 9 raised to 1 by 3, 2 plus 3 raised to 1 by 3 omega plus 9 raised to 1 by 3 omega square, 2 plus 3 raised to 1 by 3 omega square plus 9 to the power 1 by 3 omega എന്ന് ലഭിക്കുന്നു. നാച്ചർ ഓഫ് ദി റൂട്ട്സ് ഓഫ് എ ക്യൂബിക്: y ക്യൂബ് പ്ലസ് 3hy പ്ലസ് g is equal to 0 എന്ന ക്യൂബിക്കിന്റെ റൂട്ട്സ് ആണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് എടുക്കട്ടെ. അപ്പോൾ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ, ആ ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ,
ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്നിവ റൂട്ട്സ് ആയി വരുന്ന ഇക്വേഷൻ ആണ് സെറ്റ് ക്യൂബ് പ്ലസ് 18h സെറ്റ് സ്ക്വയർ പ്ലസ് 81h സ്ക്വയർ സെറ്റ് പ്ലസ് 27g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് ഈസ് ഈക്വൽ ടു 0. ആയതിനാൽ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ടൈംസ് ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ടൈംസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -27 ടൈംസ് g സ്ക്വയർ പ്ലസ് 4h ക്യൂബ്. ഇക്വേഷൻ 14ന്റെ റൂട്ട്സ് ആയ ആൽഫ ബീറ്റ ഗാമ എന്നിവയുടെ നാച്ചർ ഇക്വേഷൻ 15ലെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്താൽ ലഭിക്കും. ഇമാജിനറി റൂട്ട്സ് പെയേഴ്സ് ആയി ഒക്യൂർ ചെയ്യുന്നതിനാൽ ഇക്വേഷൻ 14ന് ഒന്നുകിൽ എല്ലാം റിയൽ റൂട്ട്സും അല്ലെങ്കിൽ ഒരു റിയൽ റൂട്ടും 2 ഇമാജിനറി റൂട്ട്സും ഉണ്ടാവും. താഴെ പറയുന്ന കേസസ് ഉണ്ടാവാം. കേസ് 1. ദ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ആർ ഓൾ റിയൽ ആൻഡ് ഡിഫറെന്റ്. ഈ കേസിൽ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ടൈംസ് ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ടൈംസ് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ പോസിറ്റീവ് ആവും. അതുകൊണ്ട് ഇക്വേഷൻ 15 പ്രകാരം g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് നെഗറ്റീവ് ആവുന്നു. കേസ് 2. വൺ റൂട്ട് സേ ആൽഫ ഈസ് റിയൽ ആൻഡ് ദി അതർ 2 ഇമാജിനറി സോ ദാറ്റ് ബീറ്റ ഗാമ എന്നിവ m പ്ലസ് ഓർ മൈനസ് i എന്നെടുക്കട്ടെ. അപ്പോൾ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ടൈംസ് ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ടൈംസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2in ഹോൾ സ്ക്വയർ ടൈംസ് m മൈനസ് in മൈനസ് ആൽഫ സ്ക്വയർ ടൈംസ് m പ്ലസ് in മൈനസ് ആൽഫ സ്ക്വയർ which is equal to -4n square times m minus alpha square plus n square whole square. ഇത് നെഗറ്റീവ് ആണ്. ആൽഫ എം എൻ എന്നിവ ഏതായാലും. അതുകൊണ്ട് ഇക്വേഷൻ 15 പ്രകാരം ഈ കേസിൽ g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് പോസിറ്റീവ് ആവുന്നു. കേസ് 3. 2 ഓഫ് ദി റൂട്ട്സ് സേ ബീറ്റ ഗാമ ആർ ഈക്വൽ. അപ്പോൾ ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ ടൈംസ് ഗാമ മൈനസ് ആൽഫ സ്ക്വയർ ടൈംസ് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയറും അതുപോലെ g സ്ക്വയർ പ്ലസ് 4h ക്യൂബും 0 ആവുന്നു. കേസ് 4. ആൽഫ ബീറ്റ ഗാമ ആർ ഓൾ ഈക്വൽ. ഈ കേസിൽ ഇക്വേഷൻ 14ന്റെ എല്ലാ 3 റൂട്ട്സും 0 ആയിരിക്കും. h ഈസ് ഈക്വൽ ടു g ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ. കോൺവേഴ്സ്ലി നോക്കുകയാണെങ്കിൽ 1. g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് ലെസ് ദാൻ 0 ആവുമ്പോൾ ഇക്വേഷൻ 14ലെ ക്യൂബിക്കിന്റെ എല്ലാ റൂട്ട്സും റിയൽ ആയിരിക്കും. 2. g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ ഇക്വേഷനിലെ ക്യൂബിക്കിന് ഇമാജിനറി റൂട്ട്സ് ഉണ്ടായിരിക്കും. 3. g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഇക്വേഷൻ 14ലെ ക്യൂബിക്കിന്റെ 2 റൂട്ട്സ് ഈക്വൽ ആയിരിക്കും. 4. g ഈസ് ഈക്വൽ ടു h ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഇക്വേഷൻ 14ലെ ക്യൂബിക്കിന്റെ എല്ലാ റൂട്ട്സും ഈക്വൽ ആയിരിക്കും. റിമാർക്ക്: g h എന്നിവയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ ടൈംസ് a സ്ക്വയർ d സ്ക്വയർ മൈനസ് 6abcd പ്ലസ് 4ac ക്യൂബ് പ്ലസ് 4b ക്യൂബ് d മൈനസ് 3b സ്ക്വയർ c സ്ക്വയർ എന്ന് ലഭിക്കുന്നു. ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷനെ ജനറൽ ക്യൂബിക്കിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഡെൽറ്റ എന്ന് സൂചിപ്പിക്കുന്നു. ഇക്വേഷൻ 8ലെ സ്റ്റാൻഡേർഡ് ക്യൂബിക്കിന്റെ ഡിസ്ക്രിമിനന്റ് g സ്ക്വയർ പ്ലസ് 4h ക്യൂബ് തന്നെയാണെന്ന് വ്യക്തമാണ്. ക്വാർട്ടിക് ഓർ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാർട്ടിക് ഫംഗ്ഷൻ എന്നത് ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. അത് f of x is equal to ax raised to 4 plus bx cube plus cx square plus dx plus e എന്ന ഫോമിൽ ആണ്. ഇവിടെ a ഒരു നോൺ സീറോ നമ്പർ ആണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ ചിലപ്പോൾ ബൈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്നും പറയുന്നു. എന്നാൽ രണ്ടാമത്തേതിനെ ഇടയ്ക്ക് ax raised to 4 plus bx square plus c എന്ന ഫോമിലുള്ള സ്ക്വയറിന്റെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനെ പരാമർശിക്കാനും അതുപോലെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ടൈംസ് dy സ്ക്വയർ പ്ലസ് ey പ്ലസ് f എന്ന ഫോമിലുള്ള 2 ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റിനെ പരാമർശിക്കാനും ഉപയോഗിക്കാറുണ്ട്. f of x is equal to 0 എന്ന് സെറ്റ് ചെയ്യുമ്പോൾ ax raised to 4 plus bx cube plus cx square plus dx plus e is equal to 0 എന്ന ഫോമിലുള്ള ക്വാർട്ടിക് ഇക്വേഷൻ ലഭിക്കുന്നു. ഇവിടെ a is not equal to 0. ക്വാർട്ടിക് ഇക്വേഷനെ ചിലപ്പോൾ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും വിളിക്കുന്നു. സൊല്യൂഷൻ ഓഫ് ക്വാർട്ടിക് ഇക്വേഷൻസ്. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കണ്ടെത്തിയതിനു ശേഷം കർഡാനോയുടെ സ്റ്റുഡന്റ് ആയ ഫെറാറി ക്വാർട്ടിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു സിമിലർ മെത്തേഡ് കണ്ടെത്തി. ഈ മെത്തേഡിൽ ക്വാർട്ടിക്കിന്റെ സൊല്യൂഷൻ ക്യൂബിക്കിന്റെ സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ ഇനി ഫെറാറിസ് മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. തന്നിരിക്കുന്ന ക്വാർട്ടിക് ഇക്വേഷൻ x raised to 4 plus 2ax cube plus bx square plus cx plus d is equal to 0 ആണെന്നിരിക്കട്ടെ. ഇക്വേഷൻ 16നെ x square plus ax plus lambda whole square minus a square x square minus lambda square minus 2 lambda x square minus 2a lambda x plus b
എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. ഇവിടെ ലാംഡ എന്നത് ചിലപ്പോൾ ആർബിട്രറി ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ലാംഡ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2 ലാംഡ മൈനസ് ബി ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 2 എ ലാംഡ മൈനസ് സി ടൈംസ് എക്സ് പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് ഡി ഈസ് ഈക്വൽ ടു 0. ഇനി ഡബിൾ ബ്രാക്കറ്റിനുള്ളിലെ എക്സിൽ ഉള്ള ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്ന തരത്തിൽ ലാംഡ ചൂസ് ചെയ്യുക. അതിനാൽ 2 എ ലാംഡ മൈനസ് സി ഹോൾ സ്ക്വയർ മൈനസ് 4 ടൈംസ് ലാംഡ സ്ക്വയർ മൈനസ് ഡി ടൈംസ് എ സ്ക്വയർ പ്ലസ് 2 ലാംഡ മൈനസ് ബി ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 18 ഒരു ക്യൂബിക് ഇൻ ലാംഡ ആണ്. ലാംഡക്ക് 3 വാല്യൂസ് സേ ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്നിങ്ങനെ കിട്ടുന്നു. ഇക്വേഷൻ 17 ലാംഡയെ ലാംഡ 1 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ലാംഡ 1 ഹോൾ സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നായി മാറുന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫാക്ടറൈസ് ചെയ്തു ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആക്കി മാറ്റിയതിനു ശേഷം ഇക്വേഷൻ പൂർണ്ണമായും സോൾവ് ചെയ്യുന്നു. റിമാർക്സ്: ഇക്വേഷൻ 18നെ റെഡ്യൂസിങ് ക്യൂബിക് എന്ന് പറയുന്നു. ഇക്വേഷൻ 18 ലാംഡയിൽ ഉള്ള ക്യൂബിക് ആണ്. റെഡ്യൂസിങ് ക്യൂബിക് ലാംഡയ്ക്ക് 3 വാല്യൂസ് തരുന്നു. എന്നിരുന്നാലും ഇവ 3 ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് റൂട്ട്സിലേക്ക് നയിക്കുന്നില്ല. ക്വാർട്ടിക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫാക്ടറൈസ് ചെയ്യുന്നതിനുള്ള 3 ഡിഫറെന്റ് മെത്തേഡ്സ് മാത്രമാണ് അവ നൽകുന്നത്. അതിനാൽ റെഡ്യൂസിങ് ക്യൂബിക്കിന്റെ ഏതെങ്കിലും ഒരു റൂട്ട് കണ്ടെത്തിയാൽ മതി. Example 5. Solve x raised to 4 minus 2x cube minus 12x square plus 10x plus 3 is equal to 0. Solution. തന്നിരിക്കുന്ന ഇക്വേഷനെ x square minus x plus lambda whole square minus x square minus lambda square minus 2 lambda x square plus 2 lambda x minus 12x square plus 10x plus 3 is equal to 0 എന്ന് നമ്മൾ മാറ്റി എഴുതുന്നു. അതായത് x square minus x plus lambda whole square minus 2 lambda plus 13 times x square minus 2 lambda plus 10 times x plus lambda square minus 3 is equal to 0. ഡബിൾ ബ്രാക്കറ്റിനുള്ളിലെ എക്സിൽ ഉള്ള ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ 2 lambda plus 10 whole square minus 4 times 2 lambda plus 13 times lambda square minus 3 is equal to 0 ആവണം. അതായത് lambda cube plus 6 lambda square plus 8 lambda minus 32 is equal to 0. By inspection lambda is equal to -2 ഇതിന്റെ ഒരു റൂട്ട് ആണെന്ന് മനസ്സിലാക്കാം. അതിനാൽ ക്വാർട്ടിക് ഇക്വേഷൻ x square minus x minus 2 whole square minus 3x minus 1 whole square is equal to 0 എന്നായി മാറുന്നു. അതായത് x square plus 2x minus 3 times x square minus 4x minus 1 is equal to 0. അതുകൊണ്ട് x is equal to 1, -3, 1 plus square root of 5, 1 minus square root of 5. Example 6. Solve x raised to 4 minus 3x square minus 6x minus 2 is equal to 0. Solution. തന്നിരിക്കുന്ന ഇക്വേഷനെ x square plus lambda whole square minus 2 lambda x square minus lambda square minus 3x square minus 6x minus 2 is equal to 0 എന്ന് നമ്മൾ മാറ്റി എഴുതുന്നു. അതായത് x square plus lambda whole square minus 2 lambda plus 3 times x square plus 6x plus lambda square plus 2 is equal to 0. ഡബിൾ ബ്രാക്കറ്റിനുള്ളിലെ എക്സിലുള്ള ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ 36 minus 4 times 2 lambda plus 3 times lambda square plus 2 is equal to 0 ആവണം. അതായത് 2 lambda cube plus 3 lambda square plus 4 lambda minus 3 is equal to 0 ആവണം. ഇക്വേഷൻ 20ന്റെ റൂട്ട്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y ക്യൂബ് പ്ലസ് 3y സ്ക്വയർ പ്ലസ് 8y മൈനസ് 12 ഈസ് ഈക്വൽ ടു 0 എന്ന ക്യൂബിക് കിട്ടുന്നു. y ഈസ് ഈക്വൽ ടു 1 എന്നത് ഇക്വേഷൻ 21ന്റെ ഒരു റൂട്ട് ആണെന്നത് വ്യക്തമാണ്. ആയതിനാൽ ലാംഡ ഈസ് ഈക്വൽ ടു 1/2 റെഡ്യൂസിങ് ക്യൂബിക് 20ന്റെ ഒരു സൊല്യൂഷൻ ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു 1/2 എന്ന് ഇക്വേഷൻ 19ൽ കൊടുക്കുമ്പോൾ x സ്ക്വയർ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് 2x പ്ലസ് 3/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അതായത് x square minus 2x minus 1 times x square plus 2x plus 2 is equal to 0. അതിനാൽ തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് 1 plus square root of 2, 1 minus square root of 2, -1 plus I, -1 minus I എന്നിവയാണ്. Before we attend the next unit, please try to answer the following questions. 1. Show that y equal to 2 is a solution of our depressed cubic y cube plus 6y minus 20 equal to 0. Then find the other two roots by polynomial division and then using the quadratic formula. Which of the roots equals the solution? Y equal to cube root of 10 plus root of 108 minus cube root of minus 10 plus root of 108 obtained in example 1. 2.
Solve x cube minus 9x minus 12 equal to 0 using Cardan's method. 3. Solve 2x cube plus 3x square plus 3x plus 1 equal to 0 using Cardan's method. 4. Solve x raised to 4 plus 2x cube minus 7x square minus 8x plus 12 equal to 0 using Ferrari's method. 5. Solve x raised to 4 plus 6x cube plus 4x square minus 32 equal to 0 using Ferrari's method. 6. When a quartic has 2 equal roots, show that its reducing cubic has 2 equal roots and conversely. Hope you enjoyed the session. See you next time. Until then, goodbye.